അപ്പൊ നമ്മൾ ഇന്ന് ശ്രീദേവിയുടെ കല്യാണത്തിന് ഓർണമെന്റ്സ് എടുക്കാൻ വന്നിരിക്കുക കേട്ടോ. കല്യാണം എന്ന് പറയുമ്പോൾ ഒരു 2-3 ഫംഗ്ഷൻ ഉണ്ട്. ഹൽദി ഉണ്ട്, മെഹന്തി ഉണ്ട്, പിന്നെ ശരിക്കും കല്യാണം ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന് 3നും വേണ്ടിയിട്ടുള്ള ഓർണമെന്റ്സ് നമ്മളിന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ. ഞാനിവിടെ പറക്കാട് ജ്വല്ലേഴ്സിലാണ് വന്നിരിക്കുന്നത്. 1 gram ഗോൾഡ് സെക്ഷനിലാട്ടോ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഓരോന്നോരോന്നായിട്ട് സെലക്ട് ചെയ്യാം. നമുക്ക് പെണ്ണുങ്ങൾക്ക് എപ്പോഴും ഓർണമെന്റ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഹരാണല്ലേ. ഇത് നല്ലതാണോ, അത് നല്ലതാണോ, ഇത് ഇത് നല്ലതാണോ, അത് നല്ലതാണോ, ഇത് ഇട്ടിട്ട് നോക്കി അതിന്റെ സൗന്ദര്യം ആസ്വദിച്ച് എടുക്കുന്നതിന്റെ ഒരു സുഖം അതൊന്ന് വേറെ തന്നെയാ അല്ലെ. അപ്പൊ നമുക്ക് തുടങ്ങാം, വാ. അപ്പൊ ചേച്ചി എനിക്ക് ഓൾറെഡി എന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ കല്യാണത്തിന്റെ ഓർണമെന്റ്സ് അങ്ങ് സെലക്ട് ചെയ്ത് മാറ്റാന്നങ്ങ് വിചാരിച്ചേ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഓൾറെഡി ട്രഡീഷണൽ ഐറ്റംസ് ആണ് ഏറ്റവും ഇഷ്ടമെന്ന്. അപ്പൊ അതുപോലെ തന്നെ ട്രഡീഷണൽ ആന്റിക് അങ്ങനെയുള്ള സംഭവങ്ങളാട്ടോ ചേച്ചി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ പാലക്ക എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാട്ടോ പാലക്ക. അതെ, നാഗപടം പാലക്ക മാല അല്ലെ. പാലക്ക സ്റ്റോണുള്ള നാഗപടം. എന്റെ അമ്മ, ഇത് ഒരെണ്ണം ഇട്ടാ മതി എന്ന് തോന്നുന്നു കേട്ടോ. ഫുള്ള് നിറഞ്ഞിരിക്കും, നല്ല ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ. എന്തായാലും പാലക്ക ഞാൻ എടുക്കാം. ഫേവറേറ്റ് ആയിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഓർണമെന്റിൽ ഒന്നാണ് കേട്ടോ പാലക്ക. ഇത് ഫിക്സ്ഡ്, ചോക്കർ ഒരു കോയിൻ പോലെ ഇങ്ങനെ വരുമല്ലോ. ഇപ്പൊ ഇപ്പോഴത്തെ ട്രെൻഡാണ് ആ സാധനം. നെക്ക് പീസിന്റെ സെക്ഷൻ ആട്ടോ ഇത് കംപ്ലീറ്റ്. ആദ്യത്തെ ഫസ്റ്റ് നെക്ക് പീസിന്റെ ഇത് തന്നെ. ഇത് 2 ടൈപ്പ് ഉണ്ട്. ഒരെണ്ണം ഒരു പിങ്ക് സ്റ്റോൺ വെച്ചിട്ടുള്ളത്, പിന്നെ ഒരെണ്ണം ഇതാ പ്ലെയിൻ ആയിട്ടുള്ളത്. കൊള്ളാലോ. അത് കുറച്ച് സ്റ്റെപ്പ് താഴെ. ഞാൻ കമ്മലൊന്ന് ഉപയോഗിക്കട്ടെ. സാരി പിങ്കാ. വേറെ ഇങ്ങനെ ഇടാനുള്ള ഉണ്ടോ ചേച്ചി ചെറുത്? അങ്ങനെയാണെങ്കിൽ അത് ഞാൻ അവിടെ ഇട്ടിട്ട് ഇത് താഴെ ഇട്ട ഭംഗി ഉണ്ടാവും തോന്നുന്നു. എനിക്ക് ഈ പീസ് ഇഷ്ടായി. കൊള്ളാല്ലേ. സാരി പിങ്ക് ആണ്, ഒരു ലൈറ്റ് പിങ്ക്, പേസ്റ്റൽ പിങ്ക് ഇല്ലേ, ആ ഒരു പിങ്ക് ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് ഭംഗി ഉണ്ടാവും തോന്നുന്നു. കുറച്ചും കൂടെ വീതിയുള്ളത് വേണം. അതല്ല ചേച്ചി, ഫ്ലെക്സിബിൾ വന്നത് മാത്രമേ ഫ്ലെക്സിബിൾ ആയിട്ട് ഇങ്ങനെ നിൽക്കണം. എനിക്ക് ആക്ച്വലി കാണാൻ നല്ല ഇതുപോലെ നല്ല ഭംഗിയുള്ളത് വേണം, നല്ല ട്രഡീഷണൽ ആയിരിക്കണം. അതേപോലെ തന്നെ വെയിറ്റ് ഉണ്ടാവാൻ പാടില്ല കേട്ടോ. എനിക്ക് അങ്ങനത്തെ ഓർണമെന്റ്സ് ആണ് ഇഷ്ടം. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇതിന് ഭയങ്കര വെയിറ്റ് ഉണ്ടെന്ന്. ഒട്ടും വെയിറ്റ് ഇല്ല, പാറ്റ പോലെ ആയിരിക്കും, ഭയങ്കര കംഫർട്ടബിൾ. കാരണം ഇടുന്നുണ്ടെങ്കിൽ എനിക്ക് ഇട്ടതായിട്ടേ ഒരു ഫീൽ ഇല്ല. നെക്ലസിന് പകരമുള്ളതായി ഇത് പായേ, ഇത് കൺഫേം, ഇത് കൊള്ളാല്ലേ. ഊരണ്ട കേട്ടാ, വെച്ച് ഇതൊരെണ്ണം. ഇതിങ്ങനെ കോയിൻസ്, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. മാങ്ങാമാല, അതെ, എനിക്ക് അങ്ങനത്തേതാ ഇഷ്ടം. മാങ്ങാമാല, കാശുമാല, സൂചിമാല, പാലക്കാമാല, അങ്ങനെയൊക്കെ. അതെ, നാഗപടം. ഇവിടെ ഇങ്ങനെ ഒരു കോയിൻ മാത്രം വരുന്നേ, ലക്ഷ്മിയുടെ. ഇത് നല്ലതാ, ഇതാ അധികം വെയിറ്റ് ഇല്ല. ഒറ്റൊരെണ്ണം ഇങ്ങനെ വരുന്നത്, ഇത് നല്ലതാ. അതെ ചേച്ചി, എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറച്ചും കൂടെ ഇതിന്റെ ഈ ഗോൾഡ് ഷെയ്ഡ് വരുന്നത് കുറച്ചും കൂടെ നല്ലത്. ലക്ഷ്മി ചോദിച്ചതുകൊണ്ടാണ് അതിലേക്ക് പോയത്. ഇത് ഗണപതിയാ. ഓ എന്റെ അമ്മേ, ഗണപതി ആണെങ്കിലും ലക്ഷ്മി ആണെങ്കിലും കാണാൻ ഭംഗിയുണ്ടായാൽ മതി. ലക്ഷ്മി ചോദിക്കുമ്പോ ലക്ഷ്മിയാണ്. ഇവിടെ ലക്ഷ്മി ഉണ്ട്, ഗണപതി ഉണ്ട്, പിന്നെ എല്ലാരും ഉണ്ട് കേട്ടോ. ആര് വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ മതി. ലക്ഷ്മി നമ്മൾ ചെയ്തു തരും. ഓ അതെ, ശരി. അല്ല ഇതല്ലേ ചേച്ചി കുറച്ചും കൂടെ ഭംഗി. ഓക്കെ, നിങ്ങളുടെ മെയിൻ കളക്ഷനിൽ പെട്ടതാണ് ഈ ഒരു മാല അല്ലെ. ഭയങ്കര നിങ്ങൾക്ക് ഭയങ്കര ഡിമാൻഡ് ഉള്ള മാലയാണോ? എപ്പോഴും എൻക്വയറി ഉള്ളത് ആണല്ലേ. അടിപൊളി. അങ്ങനെ വെയിറ്റ് ഇല്ല,
ഈ ഒരു മാല ഇട്ടാ മതി കേട്ടോ, ഫുള്ളായിട്ട് നിറഞ്ഞു കിടക്കും തോന്നുന്നു. ഒന്ന് വെച്ച് നോക്കായിരുന്നു അല്ലേ. പക്ഷെ കളർ കുറച്ച് വ്യത്യാസം ഉണ്ടല്ലേ. നമുക്കിത് ചെട്ടിനാട് ഷെയ്ഡിലേക്കാണ് ആക്കിയിരിക്കുന്നത്. 916ന്റെ ഷെയ്ഡാണ്. 3 ടൈപ്പ് നമുക്ക് ചെയ്യാം. ആന്റിക്കല് ചെയ്യാം, ചെട്ടിനാടില് ചെയ്യാം, 916ന്റെ കളറിൽ ചെയ്യാം. ഓക്കെ ഓക്കെ. ഇത് നിറഞ്ഞു കിടപ്പുണ്ട്. ഇനിയിപ്പോ ഒരു 2 മാല കൂടെ ആയി കഴിഞ്ഞാൽ തീർന്നു. അത്രേ ഈ ഒരു മാലയും കൂടി ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ ഇത്. അതാണ് നമ്മുടെ കാശ്മീരിൽ തന്നെ വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള കാശൊക്കെ നമ്മൾ പത്താക്കിന്റെ ഡിസൈൻ ഒക്കെ ഉണ്ടല്ലോ, കാണിച്ചു തരാം. പത്താക്കിന്റെ ഡിസൈനോ? തീർച്ചയായിട്ടും. ഓ, കാശുമാലയിൽ പത്താക്കിന്റെ ഡിസൈൻ പത്താക്കി ലോക്കറ്റ് ഉണ്ടല്ലോ, സെപ്പറേറ്റ് വരുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. കാരണം ഇതിപ്പോ ഇവിടെ നിന്ന് ഇത്രയും വരെ വന്നപ്പോ ഇതിനെ കവർ ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു മാലയാണ് വേണ്ടത്. അതെ, അപ്പൊ നമ്മുടെ റെഡിയാണ്. നമുക്ക് എടുക്കാം. ഇവിടെ എല്ലാം റെഡിയാണ് കേട്ടോ. നമ്മൾ എന്താണ് വേണ്ടതും ജസ്റ്റ് ഒരു ഐഡിയ മാത്രം കൊടുത്താൽ മതി. ഇവിടെ എല്ലാം റെഡിയാ. ഞാൻ വന്നപ്പോ തന്നെ ചേച്ചി എനിക്ക് ഇങ്ങനെ പറയാൻ പറഞ്ഞല്ലോ, ഇതല്ലേ മോളെന്ന് പറഞ്ഞ് എടുത്തു തരും. നമുക്കിവിടെ ഒത്തിരി ബ്രൈഡിന് ഒരിക്കൽ എക്സ്പീരിയൻസ് ആയതാ. അതെ, അസലായിട്ടുണ്ട് ചേച്ചി. അയ്യോ, എനിക്ക് കാണുമ്പോ ശരിക്കും കെട്ടാൻ തോന്നുന്നു. അല്ല, ശരിക്കും കെട്ടണം നമ്മുടെ ഇവിടെ തന്നെ കേട്ടാ ത്രെഡ് വേണോടാ? ഇതൊക്കെ നോക്കൂ. എന്നിട്ട് വേറെ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എടുക്കാം. ഇത് കറക്റ്റ് ആട്ടാ. ഓക്കെയാണോ? ഈ മാല ഇഷ്ടപ്പെട്ടോ? പുള്ളിയല്ലേ? ഇത് അസലായിട്ടുണ്ട്. ഇതിന്റെ പേരെന്തെന്ന് പറഞ്ഞു? ഇത് നമ്മള് പത്താക്ക് മാല എന്ന് പറയുന്നത്. ഇതാണ് ഞങ്ങളുടെ എങ്ങനെയുണ്ട് ഞങ്ങൾ സെറ്റ് ചെയ്തത്? ഭയങ്കര സൂപ്പർ. ഞാൻ ഞെട്ടിപ്പോയി. എങ്ങനെ നന്നായി സെറ്റ് ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ കേട്ടോ, ഞാനും ചേച്ചി ഇങ്ങനെ സെറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഹിപ് ചെയിൻ ഒരു ചെറുത് വേണോ വലുതായിരിക്കും? ഓക്കെ, എനിക്ക് ഈ സെറ്റ് ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ. അവസാനത്തെ മാല മറ്റേ ഞാൻ മോക്കെടുത്തത് ഏകദേശം ഇതുപോലത്തെയാണ്. ആണോ? സാരി ഏതായിരിക്കും മോളുടെ? നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ട് അല്ലേ? സെലക്ഷൻ നന്നായി. പെർഫെക്റ്റ്. അതെ, സെലക്ഷൻ നന്നായിട്ടുണ്ട്. ഓർണമെന്റ്സും നല്ലത്. പക്ഷെ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കുന്നതാണല്ലോ, അതെ, കറക്റ്റ് ഫില്ലായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നാഗപുരം എല്ലാം കൂടെ വന്നു. അതെ അതെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാലയാണ്. എല്ലാം ഇഷ്ടായി. ആകെ കൺഫ്യൂഷൻ. അപ്പൊ ഇത് ഫിക്സ് ചെയ്യാം. ഫിക്സ് അപ്പൊ ഇത് ഫിക്സ് ചെയ്യാം. ജിമിക്ക് വള ഇങ്ങനത്തെ മതി അല്ലേ? വള ഇത് തന്നെ മതി, കുഴപ്പം. വള എനിക്ക് ഫോട്ടോ ഇട്ട് തന്നനുസരിച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നോക്കിയാൽ ഇടയ്ക്ക് നമുക്ക് ഒരു ചെറിയ വള കിട്ടുവാണെ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും അല്ലേ? മറ്റേ കയ്യിൽ എങ്ങനെയാ ഉദ്ദേശിക്കുന്നത്? തന്നെയാണ് വെച്ചിരുന്നത്. വേറെ വേണേ നോക്കാം. ഒരു കുറച്ച് ചെറുതും കൂടെ ചെറുതും കൂടെ ഇടയിലായിട്ട് പറയുമ്പോ ഗോൾഡിന്റെ അതേ എക്സാക്ട് ഗോൾഡ് ഫിനിഷ് കേട്ടോ. ഇത് നോക്കിയേ, ഇന്നത്തെ കാലത്ത് നമ്മളൊരു ചെറിയൊരു ചെയിൻ ഗോൾഡിന് വാങ്ങണമെങ്കിൽ തന്നെ എന്തോരം എമൗണ്ട് വരും എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതുപോലെയുള്ള കല്യാണങ്ങളും ഫംഗ്ഷനിലും ഇതുപോലെയൊക്കെ ഒരുങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് എന്തുകൊണ്ടും അടിപൊളി ഒരു ഓപ്ഷൻ ആണ് കേട്ടോ പരക്കാൻ ജ്വല്ലറി. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലുള്ള ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേന് തീർച്ചയായിട്ടും ഇവിടെ വരിക. അറ്റ്ലീസ്റ്റ് നിങ്ങൾ വന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നമ്മളിപ്പോ വീഡിയോയിൽ കാണുമ്പോൾ ഇതിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ എന്തോരം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. മാക്സിമം നമ്മൾ കാണിക്കുന്നുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ ഈ നേരിട്ട് കണ്ടത് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിന്റെ ക്വാളിറ്റി എന്തോരാണെന്നുള്ളത് കേട്ടോ. പാലക്ക, ഈ പാലക്ക എന്നൊക്കെ പറയുമ്പോ എല്ലാ പെൺകുട്ടികളുടെയും വീക്ക്നെസ് ആണ്. അതെ, പക്ഷെ ഗോൾഡിലൊക്കെ നമ്മൾ എടുക്കണമെങ്കിൽ എന്താന്ന് വെച്ചാൽ നമുക്ക് വെയിറ്റ് വരുകയും ചെയ്യും. അതെ, നമ്മള്
തിരിച്ച് റീസെയിൽ ചെയ്യുമ്പോഴേ കിട്ടത്തില്ല. ഒരുപാട് പോകും. നഷ്ടം വരും പാലൊക്കെ എടുക്കുമ്പോ. സ്റ്റോണിന്റെ ഓർണമെന്റ്സ് എല്ലാം തന്നെ അങ്ങനെയാണ്. ശരിക്കും കസ്റ്റമർ എനിക്ക് സത്യം പറഞ്ഞാൽ കൺഫ്യൂഷനിൽ നിൽക്കുക. ഇപ്പൊ ഏതെടുക്കും എന്തെടുക്കണം എന്നുള്ള ആകെപ്പാട് കൺഫ്യൂഷനായി. അതിന്റെ ഉത്തരവാദി ഇതിപ്പോ ഞാൻ ഏതെടുക്കും? പാലക്കയാണ് ഭംഗി. പാലക്ക ഭംഗി അല്ലേ? ഇതിലേതാ ഭംഗി? പാലക്കാണുള്ളത്. പാലക്കാണല്ലേ അല്ലേ? ഇതേ പാലക്ക തന്നെയാണ്. മാം എനിക്ക് അന്ന് തന്നില്ലായിരുന്നു ഒരു അത് റെഡ് ഇവിടെ വന്നപ്പോ റെഡ് പാലക്ക. അത് എൻഗേജ്മെന്റ് സീക്വൻസ് വന്നപ്പോഴത്തേനും ഞാൻ ആ പാലക്ക ഉണ്ട്. റെഡ് അല്ലേ? അത് എന്നോട് എല്ലാവരും ചോദിക്കുമായിരുന്നു, നല്ല ഭംഗിയുണ്ടല്ലോ കമ്മലത് എവിടെന്നാ ചോദിച്ചോണ്ടിരിക്കുവായിരുന്നു. പക്ഷെ എനിക്ക് ആകെ കൺഫ്യൂഷനായി. ഇത് നമുക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. ഈ പാലക്ക നല്ലോണം ചേരുന്നത്. അത് പെൺകുട്ടികളുടെ പ്രത്യേകത അല്ലേ? കാണുമ്പോ തോന്നുന്നു തൊട്ട് നോക്കിയാലോ, തൊടുമ്പോ തോന്നുന്നു ഇട്ട് നോക്കിയാലോ. ഓക്കെ, സെറ്റ് അല്ലേ? അടിപൊളിയായിട്ടുണ്ട്. അയ്യോ എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായി. അത് കേൾക്കാനാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. എല്ലാരെയും ഇതാണ് നമുക്ക് കേൾക്കേണ്ടത്. അതുപോലെ തന്നെ ചില ആർട്ടിഫിഷ്യൽ ജ്വല്ലറീസ് ഇല്ലേ, അതായത് 1 gram ഗോൾഡ് ആണെങ്കിൽ തന്നെ ചില വെയിറ്റ് ഭയങ്കര വെയിറ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ഒട്ടും വെയിറ്റ് ഇല്ല. ഹാൻഡ് വർക്ക് ചെയ്യുന്ന, അതായത് ഗോൾഡിന് മേക്ക് ചെയ്യുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ആൾക്കാരില്ലേ, ഗോൾഡ് സ്മിത്ത് വർക്കേഴ്സ്, അവര് തന്നെ ഹാൻഡ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ജ്വല്ലറീസ് ഓൾമോസ്റ്റ് എല്ലാം ഹാൻഡ് വർക്കാണ്. പിന്നെ മോൾഡിങ് കാസ്റ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ ചെയ്യാന്ന് പറഞ്ഞപ്പോ ഒരു ഡയമണ്ട് പാറ്റേൺ ആണെങ്കിൽ അത് എക്സാക്ട് ആയിട്ട് ഡയമണ്ട് മേക്ക് ചെയ്യില്ലേ, ഡയമണ്ട് മേക്ക് ചെയ്യുന്ന അതേ ഫാക്ടറി തന്നെ സ്റ്റോൺസ് യൂസ് ചെയ്യുന്നത് ഡയമണ്ടിന് പകരം ട്രിപ്പിൾ എ സ്റ്റാർ കട്ട് എ ഡി സ്റ്റോൺസോ അല്ലെങ്കിൽ എ ഡി സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള ക്യൂബിക് സിർക്കോണിയ, അതായത് നെക്സ്റ്റ് ടു ഡയമണ്ട് ആ സ്റ്റോൺസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഡയമണ്ട് സെറ്റ്സ് ഇപ്പൊ വേറെ ഫ്ലോറിലാണോ? അതാ ഇവിടെ ഉണ്ട് കുറച്ച് നമ്മുടെ ആ പ്രീമിയം 1-2 ഒന്ന് കാണിച്ചു. ഇപ്പൊ ഇത് കണ്ടില്ലേ, ഇതിന്റെ സ്റ്റോൺസ് കാണുമ്പോ അറിയാം. അതായത് ആ ഒരു വേറെ ലെവൽ വേറെ. ഇപ്പൊ ഇത് കണ്ടില്ലേ, ഇതിന്റെ സ്റ്റോൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രിപ്പിൾ എ സ്റ്റാർ കട്ട് എ ഡിയിൽ വരുന്ന സ്റ്റോൺസും ഉണ്ട്, പിന്നെ ക്യൂബിക് സിർക്കോണിയ. അപ്പോൾ അതുപോലെ തന്നെ സിഗ്നിറ്റി എന്ന് പറയുന്ന സ്റ്റോൺസ്, ഇതൊക്കെ ഇപ്പൊ കേട്ടു വരുന്നേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് ടു ഡയമണ്ട് അതാണ്. അപ്പൊ സർട്ടിഫൈഡ് ആണ്. നമ്മുടെ സർട്ടിഫിക്കേഷൻ ഒന്ന് കാണിച്ചു. അതായത് കണ്ടോ, നമ്മൾ ജെം ലാബ് സർട്ടിഫൈഡ് ആയിട്ടാണ് കണ്ടോ ഇതെല്ലാം വരുന്നത്. എല്ലാം നമ്മുടെ ഈ സ്റ്റോൺ എന്താണെന്നുള്ള ക്യൂബിക് സിർക്കോണിയ, അങ്ങനെ നമ്മൾ ഡയമണ്ട് ഒക്കെ സർട്ടിഫൈ ചെയ്യില്ലേ, അതേപോലെ തന്നെ സർട്ടിഫൈ ചെയ്ത് വരുന്ന. ഇതിന്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആകെ ഇതിൽ വരുന്ന സ്റ്റോൺസ് വ്യത്യാസമുണ്ട്. പിന്നെ ഇൻസൈഡ് മെറ്റൽ പ്യുവർ ഗോൾഡ് 916 അല്ലാന്ന് മാത്രമേ ഉള്ളൂ. പുറമേ ഉള്ളത് 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡും അതേപോലെ തന്നെ സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സർട്ടിഫിക്കേഷനോട് കൂടിയുള്ള സ്റ്റോൺസ്. അപ്പോൾ ഇത് ലൈഫ് ടൈം വേണേലും യൂസ് ചെയ്യാം. എത്ര നാൾ ഉപയോഗിച്ചാലും കളർ പോവില്ല. പിന്നെ എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഗുണം, ഇപ്പൊ ഈ നെക്ലേസ് എടുത്തിട്ട് പോയി ഒരു വർഷമൊക്കെ ഉപയോഗിച്ച് ഒരു 10-20 തവണ യൂസ് ചെയ്തു, മടുത്തു. സാരീസ് മാറുമ്പോൾ നമുക്ക് മാറണല്ലോ, അല്ലെങ്കിൽ കോസ്റ്റ്യൂം മാറുമ്പോൾ മാറും. തിരികെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഒരു 50% വേറെ ഓർണമെന്റ് ആയിട്ട് മാറ്റിയെടുക്കാം. അപ്പൊ അത് ഭയങ്കര ഇതാണല്ലോ. എവിടെയാ നമുക്ക് ഒരു ഓർണമെന്റ്സ് കൊടുത്തിട്ട് 50% അത് മൈനസ് ചെയ്തിട്ട് വേറെ ഒരു വർഷം കഴിഞ്ഞാലും അങ്ങനെ എടുക്കാം. ഇനി 2 വർഷം കഴിഞ്ഞാലും നമുക്ക് 40% എടുക്കാം. 3 വർഷം കഴിഞ്ഞാലും 30%. ഇനി അതല്ല ലൈഫ് ടൈം വേണമെങ്കിൽ 25% കൊണ്ടുവന്ന് ചേഞ്ച് ചെയ്ത് 25% ഫ്രീ ആയിട്ട് വേറെ എടുത്തിട്ട് പോവാം. അല്ലെങ്കിൽ അതുകൊണ്ട് പിന്നെ ഇപ്പൊ എത്ര വർഷം കഴിഞ്ഞാലും ഇതിനൊരു മണി ബാക്കും ഉണ്ട്. പൈസ തിരിച്ചു കൊടുക്കും. കാരണം ഇതിനകത്ത് ഗോൾഡ് ആണല്ലോ ഉള്ളത്. 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് തന്നെ ഇതിന്റെ പുറമേ ഉള്ളു. അപ്പൊ അതിന്റെ ഒരു എമൗണ്ട് നമ്മള് ഫുൾ എമൗണ്ട് എന്നല്ല, ഇതിന്റെ വേറെ ടയർ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എന്താണേലും ഇതിനൊരു 10% എമൗണ്ട് തിരികെ കൊടുക്കും. 10 വർഷം കഴിഞ്ഞാലും 20 വർഷം കഴിഞ്ഞാലും എന്ന് വന്നാലും. പിന്നെ അപ്പൊ ശരിക്കും ഒരു അസറ്റ് ആണ് കേട്ടോ, നമ്മൾ വിചാരിക്കുന്ന പോലൊന്നല്ല. പിന്നെ അതുമല്ല, ഇനി ലൈഫ് ടൈം സർവീസ് ഉണ്ട്. 2 ഇയറിനുള്ളിൽ 1 ടൈം നമുക്ക് ഫ്രീ സർവീസും ഉണ്ട്. ഇനി ഇതൊന്നല്ല, ഇതിലെല്ലാം സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇപ്പൊ ഇതുപോലെ ബ്രൈഡ് ആയിട്ട് ഒരുങ്ങാൻ ഇപ്പൊ ഇതേപോലെ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഒന്ന് നമ്മളുടെ ഈ ഓർണമെന്റ്സ് ഇപ്പൊ ഇത് വാങ്ങിക്കൊണ്ട് പോയിന്നിരിക്കട്ടെ, തിരിച്ചു കൊണ്ടുവന്നിട്ട് ഒരു 10 days 15 days നമുക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിച്ചു കല്യാണമൊക്കെ നടത്തി ആർഭാടമായിട്ടെല്ലാം കഴിഞ്ഞു തിരിച്ചു വന്നിട്ട് സാധനം തിരിച്ചു കൊണ്ടുവന്നിട്ട് ഒരു 10% മാത്രം
ലെസ് ചെയ്യുള്ളൂ. ബാക്കി എമൗണ്ടിന് നമുക്ക് ഇപ്പൊ ഇതേപോലെയൊക്കെ ഉള്ളതില്ലേ, ഇതൊക്കെ കണ്ടറിയില്ലേ, ഡയമണ്ട് പാറ്റേൺ പോലെയുള്ള ഇതോ റിങ്സോ ഇതുപോലെയൊക്കെയുള്ള റിങ്ങുകളോ ലെഗ് ചെയിനോ ബ്രേസ്ലെറ്റോ ഇനി ജെൻസിന് പറ്റിയതോ നമ്മുടെ കയ്യിൽ ഒരുപാട് ഐഡൽ കളക്ഷൻസ് ഉണ്ട്, അതോ എന്ത് സാധനമായിട്ട് വേണമെങ്കിലും ആ ഒരു ക്യാഷിനുള്ളത് നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാം. അപ്പൊ എന്താ ഗുണം എന്ന് വെച്ചാൽ ഇപ്പൊ കല്യാണത്തിന് നമുക്ക് ഇത്രയും വലിയതൊക്കെ ഇടണമെന്നുണ്ടായിരിക്കും, പക്ഷെ അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. ബ്രൈഡിനെ കൊടുത്തിരിക്കുന്ന ഈ ഓഫർ ഉണ്ടല്ലോ, ഇപ്പൊ മാം പറഞ്ഞ ഓഫർ, അത് മാമിന്റെ മാത്രം സ്പെഷ്യൽ ഓഫറാണ്. സ്പെഷ്യൽ കാരണം നമ്മളിത് കാർഡിൽ വൺ ഓഫർ ഇങ്ങനെയുള്ള ഹിപ് ചെയിൻസ് ഒക്കെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാല് ഇത് സത്യം പറഞ്ഞ വൺ ടൈം യൂസേജ് അല്ലെ. അപ്പൊ അങ്ങനെ നമ്മള് പക്ഷെ എന്നാലും അരപ്പെട്ട ഇല്ലാണ്ടൊന്നും നമുക്കൊരു കല്യാണത്തിന് പോകാൻ പറ്റത്തില്ല. അപ്പൊ ഇത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് മാറ്റിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർണമെന്റ്സ് മാം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യാം. സത്യം പറഞ്ഞത് ഒരു അസറ്റ് തന്നെയാണ് കേട്ടോ. എനിക്ക് ഇപ്പോഴും തന്നെയാ മനസ്സിലാവുന്നേ. ഓക്കെ, അപ്പൊ കുറെ പെൺകുട്ടികളുടെ ആഗ്രഹങ്ങളാണ് നിങ്ങൾ. അതെ അതെ അതെ, നമ്മൾക്ക് ഗോൾഡ് ജ്വല്ലറി ആയിരുന്നു. അപ്പൊ ഞങ്ങൾക്കുള്ള ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ നമ്മള് തുടക്കം എന്ന് പറഞ്ഞാൽ പറക്കാട്ട് ഗോൾഡ് ജ്വല്ലറി ആയിരുന്നു. അപ്പൊ നമ്മളുടെ അടുത്ത് ഇങ്ങനെ കസ്റ്റമേഴ്സ് വരുമല്ലോ, സാധാരണക്കാരും വരുമല്ലോ, അവര് വന്നിട്ട് നമ്മളോട് പറയാ, അയ്യോ ആ നെക്ലേസ് എനിക്ക് ഇഷ്ടമായി, അത് എടുക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എടുത്തു കഴിയുമ്പോൾ ഇത് എത്ര പവനാ, ഓ ഇത് 10 പവനുണ്ടോ അല്ലെ 7 പവനുണ്ടോ 5 പവനുണ്ടോ, അയ്യോ അത്രയും ബഡ്ജറ്റ് ഇല്ല, അപ്പൊ അത് വേണ്ട, നമുക്ക് സിമ്പിളിലേക്ക് പോവാം. അങ്ങനെ പോയി 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 അവർക്ക് ആ ഒരു ഇഷ്ടപ്പെട്ട ഡിസൈൻ ഒരിക്കലും ഇടാൻ പറ്റില്ല. മേടിക്കാൻ പറ്റും എന്തെങ്കിലും സ്വർണം ആ കാശിന് അവരുടെ കയ്യിലുള്ള ബഡ്ജറ്റിന്, പക്ഷെ നമ്മൾ ഒരിക്കലും എന്താ ഇടണം എന്ന് വിചാരിക്കുന്ന ആ സാധനം മേടിക്കാൻ പറ്റില്ല. അപ്പൊ ഇതിങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക, ഈ കസ്റ്റമേഴ്സിനെ എങ്ങനെയാ സാറ്റിസ്ഫൈ ചെയ്യുന്നത്? ഈ ഗോൾഡിന് നമുക്ക് ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും, നമുക്ക് മനസ്സിൽ ആഗ്രഹിക്കുന്ന സാധനം ഉപയോഗിക്കുകയും വേണം, അത് നല്ല കോൺഫിഡൻസോട് കൂടി. ഇത് ഗോൾഡ് ആണോ എന്ന് ചോദിച്ചാൽ ഗോൾഡാന്ന് തന്നെ പറയണം. ഇപ്പൊ ഞങ്ങൾക്ക് ശരിക്കും ആവശ്യം ഇത് പറക്കാട്ടിന്റെയാന്ന് പറയണതാണ്, പക്ഷെ അങ്ങനെയല്ല, കസ്റ്റമേഴ്സ് ഉദ്ദേശിക്കുന്നത് ഗോൾഡാന്ന് പറയാനായിരിക്കും. അപ്പൊ അത് പറയാൻ പറ്റണമെങ്കിൽ നമുക്ക് ആ ഫിനിഷ് വേണം, ആ ഫിനിഷ് ക്വാളിറ്റി ലൈഫ് കിട്ടണം. അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ എന്താ പറയാ മാറി മാറി ഉപയോഗിക്കുകയും വേണം. അപ്പൊ എന്താ ഇതുപോലുള്ള കുറെ ഓപ്ഷൻസ്, മണി ബാക്ക് എക്സ്ചേഞ്ച്, അതുപോലെ ഇങ്ങനെ മാറ്റി ചേഞ്ച് ചെയ്തെടുക്കാവുന്ന ഓപ്ഷൻസ് എല്ലാം വെച്ചിട്ട് ഒരു നമ്മളുടെ ഡ്രീമിലുള്ള പറക്കാട്ട് ജുവൽസ് എന്ന് പറഞ്ഞാൽ ശരിക്ക് 1 ഗ്രാം തങ്കാഭരണങ്ങൾ എന്ന് പറയുന്നത് നമ്മളാണ് ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഞാനല്ല, ഞാൻ ഇതിന്റെ പുറകെ ഉള്ള ഒരാൾ മാത്രം. എൻ്റെ ഹസ്ബൻഡാണ് ഇതിന്റെ എല്ലാ ഓൾ ഇൻ ഓൾ. ആളാണ് ഗോൾഡ് ജ്വല്ലറി നടത്തിക്കൊണ്ടിരുന്നത് നമ്മുടെ കല്യാണമൊക്കെ കഴിയുന്ന സമയത്ത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഒരു എക്സിബിഷനൊക്കെ പോയി വേറൊരു ഗണപതി വിഗ്രഹമൊക്കെ കണ്ട് അതിൽ നിന്നുള്ള ഒരു ഐഡിയ നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ട് ഇതേപോലെ എങ്ങനെ ഗോൾഡില് കോൺഫിഡൻസോടുകൂടി ഇടാവുന്ന ഒരു ആഭരണം ഉണ്ടാക്കാന്നുള്ള ഒരു തോട്ട്, ആ തോട്ട് പ്രോസസ്സിൽ നിന്ന് ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങളിൽ കൂടെ പറക്കാട്ട് ജുവൽസിന്റെ 1 ഗ്രാം തങ്കാഭരണങ്ങൾ പിന്നെ കസ്റ്റമൈസേഷനും ചെയ്യുന്നുണ്ടല്ലോ. എല്ലാം എന്ത് വേണേലും ഒരു ഫോട്ടോ കണ്ടാൽ മതി നമ്മൾ കസ്റ്റം ചെയ്ത. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒബ്രോൺ മാളിലെ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ച് സിന്ധു തന്നെയാണ് കേട്ടോ ആൾക്ക് ഒരു കസ്റ്റമർ വന്നിട്ട്, അപ്പൊ വനിതയിൽ എന്താ പറയാ ഈ പഴയ കാലത്തെ തമ്പുരാട്ടിമാരിടുന്ന ഒരു ഓർണമെന്റിനെ കുറിച്ച് ഒരു ഫീച്ചർ വന്നു വനിതയില്. അപ്പൊ ആ കട്ടിങ്ങും കൊണ്ട് വന്നേക്കുവാ. എനിക്ക് ഈ ലക്ഷ്മി, അതില് ലക്ഷ്മി അല്ലായിരുന്നോ? ലക്ഷ്മിയാണ്, വേറെ ഒന്നുമില്ല, ഇവിടെ ഗണപതിക്ക് വേറെ ഒരു ലക്ഷ്മി. എന്നിട്ട് ഈ ഒരു ലോക്കറ്റ് ചെയ്യണം, എനിക്ക് ചെയ്തു തരാൻ പറ്റുമോ എന്ന് വെച്ച് അവിടെ ഒബ്രമാളിലെ ഷോപ്പിൽ വന്നപ്പോഴാണ് സിന്ധുവാണ് ആ ഒരു ഡിസൈന് എനിക്ക് ആദ്യം തന്നെ, അന്ന് നമ്മളെ വാട്സപ്പ് ഒന്നും ഇല്ല, അപ്പോൾ വരച്ച് ഒക്കെ റെഡിയാക്കി ആ പേപ്പർ വനിതയുടെ കട്ടിങ്ങും ഉണ്ടായിരുന്നു. ആ കട്ടിങ്ങും ഒക്കെ ആയിട്ട് എനിക്ക് കമ്പനിയിൽ എത്തിച്ചു. അപ്പൊ എത്തിച്ചു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പിന്നെ നമുക്ക് ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. അന്ന് നമ്മള് ഇടുവോന്ന്, കാരണം ഇത്രയും വലിപ്പം ഉണ്ടല്ലോ. അതെ 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 അതെ, ഇത്രയും വലുത് ഇടുവോ, ഒരു കൺഫ്യൂഷൻ. പക്ഷെ അത് ഷോപ്പിൽ ഇടാൻ പറ്റിയില്ല, ഓർമ്മയില്ലേ? ആ സാധനം വന്നു, കസ്റ്റമർ വന്ന് മേടിക്കണല്ലോ, അതിന്റെ ഗ്യാപ്പിൽ അത് നെക്കിൽ കൊണ്ടുവന്ന് ഡിസ്പ്ലേ ഇട്ട വഴി വേറൊരു കസ്റ്റമർ വന്നിട്ട് എനിക്ക് ഇത് കിട്ടിയേ പറ്റൂന്നും പറഞ്ഞ് ആ സാധനം എടുത്തിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ആ ഓർഡർ ചെയ്ത കസ്റ്റമർക്ക് നമ്മൾ വീണ്ടും വേറെ ചെയ്തു കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരു കസ്റ്റമൈസേഷൻ ഉണ്ട് നമുക്ക്. ഇമിറ്റേഷൻ ജ്വല്ലറിയിൽ സാധാരണ ആരും കസ്റ്റമൈസേഷൻ ചെയ്യാറില്ല, കാരണം ഞങ്ങൾ
നമ്മുടെ ഓൺ ഫാക്ടറി ഉണ്ട്. ഈ ഫാക്ടറിയിൽ തന്നെയാണ് നമ്മളെല്ലാം കസ്റ്റമൈസ് ചെയ്യുന്നു, ഡിസൈൻ ചെയ്യുന്നു, നമ്മുടെ ഓർണമെന്റ്സ് എല്ലാം ചെയ്യുന്നു. സാധാരണ എന്ന് പറയുമ്പോൾ ഇമിറ്റേഷൻ ഓർണമെന്റ്സ് ബോംബെയോ ഡൽഹിയോ എവിടെയെങ്കിലുമൊക്കെ പോയി കുറേ സാധനങ്ങൾ എല്ലാവരും പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന് വിൽക്കുകയാണല്ലോ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഒരു ഓർണമെന്റ് പോലും നമ്മുടെ കമ്പനിയിൽ ഡിസൈൻ ചെയ്ത് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യുന്നതല്ലാത്ത ഒരു ഓർണമെന്റ് പോലും ഇവിടെ ഇല്ല. നമ്മുടെ ഫാക്ടറി മെയ്ഡ് ആണ്. പിന്നെ അവിടെയുള്ള നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ അതേ സിന്ധുവിനെ പോലെ തന്നെ ഇതേപോലെ 10-25 വർഷമായിട്ടുള്ള ഒരുപാട് ലേഡീസ്, അതായത് ഹസ്ബൻഡ് എന്നെ ഇത് ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഞാനതിനെ കുറച്ചുകൂടെ സ്ത്രീ വൽക്കരിച്ചു കൊണ്ടുവന്നു. കൂടുതൽ വരും പിന്നെ എന്റെ പിള്ളേർ ഇവിടെ തല്ലൂട്ടാന്ന് പറഞ്ഞ, പക്ഷെ 100-ൽ 80% പേരും ലേഡീസ് ആണ് കമ്പനിയിൽ വരുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മുടെ അടുത്തുള്ള ഒരുപാട് ലേഡീസിന് ഇപ്പോൾ ഒരു മിഡിൽ ഏജ് എന്നല്ല, ഒരു 30-30s ഒക്കെ കഴിഞ്ഞ് റെസ്റ്റിംഗ് പിള്ളേരൊക്കെ സ്കൂളിൽ പോയി കഴിയുമ്പം സ്കൂൾ പീരീഡ് കഴിഞ്ഞ ലേഡീസിനെ നമ്മൾ പതുക്കെ ഇങ്ങടേക്ക് അഡാപ്റ്റ് ചെയ്തു. അവരാകുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. അവർ തന്നെ ഡിസൈൻ ചെയ്യും. കുറേ പേരൊക്കെ ഗോൾഡ് സ്മിത്ത് വർക്ക് പഠിച്ചു, അവരത് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ അങ്ങനെ ഓരോന്ന് ഒരു 80% ലേഡീസാണ് എൻ്റെ അപ്പുറം ഉള്ളത് മുഴുവൻ. അതാവുമ്പോ ബോറും അടിക്കത്തില്ല ആർക്കും. അതുകൊണ്ട് മണവാട്ടിന്റെ പൂർണ്ണമാവണമെങ്കിൽ മാട്ടി വേണം. അതെ ചുട്ടിയും മാട്ടി. ഓക്കെ, അപ്പൊ അരപ്പട്ട ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അരപ്പട്ട കേട്ടോ. ഇത് ഞാൻ അന്നൊരു പ്രൊമോ ഷൂട്ടിന് വേണ്ടി എടുത്തപ്പോഴേ ഇതന്ന് ഞാൻ പ്രൊമോ ഷൂട്ടിന് വേണ്ടി ഇട്ടപ്പോഴത്തേനും കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നല്ല അരപ്പട്ട. മോസ്റ്റ്ലി ഇങ്ങനെ ഒരു ചെറിയ ഹാങ്ങിങ് ഒക്കെ ആയിട്ടല്ലേ കണ്ടിട്ടുള്ളൂ. ഇതിങ്ങനെ രസമുണ്ട്. ഇതെന്ന് പറയുമ്പോൾ നമ്മളുടെ എല്ലാ ഈ ഐഡൽ മോട്ടീഫ് ഒക്കെ വരുന്നത് ഭയങ്കര ക്ലാരിറ്റി ആയിരിക്കും രൂപങ്ങൾക്കൊക്കെ. എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇപ്പൊ ഇതിലെ ആണേലും ലക്ഷ്മി അല്ലെ നമ്മുടെ ഗണപതി എല്ലാം ആ ഒരു ക്ലാരിറ്റി കൂടുതൽ കാണും ഇതിനെല്ലാം വരുന്നത്. കാരണം ഡീറ്റെയിലിംഗ് ഭയങ്കര കൂടുതലായിരിക്കും. ബാക്കിലേക്ക് പോകുന്നോണ്ട് അതിന്റെ അധികം സ്റ്റോൺ ഇതിൽ വരുന്നില്ല. മുടിക്കുള്ള ഭംഗിയായിട്ടാണ് ശരിക്കും മാറ്റി പോകുന്നത്. ഇപ്പൊ പുതിയൊരു സംഭവം വരുന്നുണ്ട്, ഇങ്ങനെ കാതിലിങ്ങനെ അത് ഇല്ലേ നമ്മുടെ കയ്യില്? നമ്മുടെ കയ്യിലുള്ളത് കഴിഞ്ഞിരിക്കും. അല്ല, മോക്ക് വേണമെങ്കിൽ നമ്മള് അത് വേണമെങ്കിൽ അത് ചെയ്തു തരാം. വേണ്ട, കുഴപ്പമില്ല. ഇതന്നെ മതിയോ? അപ്പൊ ശ്രീദേവിയുടെ കല്യാണ സെറ്റ് അടിപൊളിയായിട്ടില്ലേ? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് എങ്ങനെ ഉണ്ടായിരുന്നത്. ചിലവർ പറയും ഇതല്ല ആദ്യത്തെ മാല ഇഷ്ടമായ. എല്ലാ കളക്ഷൻസും ഒന്നും എനിക്ക് ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറേ കളക്ഷൻസും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് വാങ്ങിക്കട്ടോ. നല്ലൊരു ഓപ്ഷനാണ് പറക്കാട് ജ്വൽസ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് മെഹന്തിക്കും കൂടെ കുറച്ച് ജ്വല്ലറി വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ ആ ഡ്രസ്സിന്. പക്ഷെ ഒരു ഡയമണ്ടിൻ്റെ സെറ്റാണ് അതിന് ഭയങ്കരമായിട്ട് സ്യൂട്ട് ആവുക. അപ്പോൾ മുകളിലത്തെ സെക്ഷനിൽ അതിൻ്റെ സെറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാം. നമുക്ക് മുകളിലേക്ക് കൂടെ ഒന്ന് പോവാം. അവിടെ വേറെ കുറേ സെറ്റുകളൊക്കെ കാത്തിരിക്കുന്നുണ്ടെന്ന് പറയുന്നത്.